ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബോംബെ ദർശനത്തിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോംബെയിലൊരു 2-3 ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാണാൻ പോയ ഒരു സ്ഥലമാണ് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം. ഇവിടുത്തെ ഒരു ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു മ്യൂസിയമാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വന്നിട്ട് ഒരു ടിക്കറ്റിന് 150 രൂപയാണ്. ഈ മ്യൂസിയം രാവിലെ 10:15 തൊട്ടിട്ട് 5 മണി വരെയാണ് ഉണ്ടാവുക. വൈകിട്ട് 5 മണി വരെയാണ് ഉണ്ടാവുക. ഈ മ്യൂസിയത്തിലെ എൻട്രി ഫീസ് വന്നിട്ട് 150 രൂപയാണ്. നമ്മൾ ബോംബെ സെൻട്രലിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റാൻഡിൽ പോയി വന്ന് നമ്മൾ 160 നമ്പർ ബസ്സിൽ കയറിയ ഈ മ്യൂസിയം പോകുന്ന ബസ്സിൽ കയറാൻ പറ്റും. നമ്മൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. വലിയൊരു മ്യൂസിയമാണ്. 1922 പ്രിൻസ്കെ ഓഫ് ഹെയ്ൻ എന്നാണ് ഇതിൻ്റെ പേര് ആയിരുന്നത്. അതിനുശേഷം 1998 ബ്രിട്ടീഷുകാരുടെ ഈ ഒരു മ്യൂസിയത്തിനെ നമ്മൾ പേര് മാറ്റിയിട്ട് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം എന്നാക്കി. ഭയങ്കര നല്ല ഒരു ബ്രിട്ടീഷുകാരുടെ ആർക്കിടെക്റ്റാണിത്. നല്ല അടിപൊളിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വസ്ത്രങ്ങൾ തയ്ക്കുന്ന ഈ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പഴയ ബാറ്റിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല ആയുധങ്ങളും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മമ്മീസ് അതുമുണ്ട് ഇവിടെ. സെക്കൻഡ് ഫ്ലോറിലാണ് കൃഷ്ണ ഗാലറി. ഇവിടെ കൃഷ്ണ ഭഗവാന്റെ റിലേറ്റഡ് ആയ പല സാധനങ്ങളും ഉണ്ട്. പെയിന്റിങ്, സ്റ്റോറി ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സ്, അങ്ങനെ പലതും, കൃഷ്ണൻ്റെ മൂർത്തികൾ, പിന്നെ പല പഴയ നാണയങ്ങൾ. ഇതെല്ലാം യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പല ആയുധങ്ങളാണ്. കാണേണ്ട ഒരു ഇതാണ് ഇത്. ഇന്ത്യയിൽ തന്നെ നല്ലൊരു വലിയൊരു മ്യൂസിയമാണിത്. शिवाजी महाराज सुपर. പിന്നെ ഇതൊക്കെ ഗാലറിയിലേക്ക് വരെ കൊണ്ടുവച്ചിരിക്കുക.
മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളും അവർ വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരു ഡസ്റ്റില്ല, ഒരു വൃത്തികേടില്ല. അത്ര നന്നായി നീറ്റാക്കി വെച്ചിട്ടുണ്ടറിയോ. കാണേണ്ട ഒരു അത്ഭുതങ്ങളിലൊന്നാണ് ഇത്. കലാകാരൻ ഇവിടെ മയിലിനെയാണ്, ഈ മരച്ചില്ലയിൽ ഒരു മയിൽ വന്നിരിക്കുന്ന മാതിരി ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വെള്ള കളറിലുള്ള മയിൽ. നിറയെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും. പിന്നെ അതേമാതിരി ഈ ആഭരണപ്പെട്ടികൾ, പണ്ടത്തെ ഈ ആഭരണ ശേഖരണം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് അതിൻ്റെ പെട്ടികളാണ് ഇത് കുറേയൊക്കെ. ചുമരിൽ മൊത്തം നല്ല നല്ല പെയിൻറ്റിങ്ങാണ്. ഇതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ശരിക്കും റിയലായിട്ടുള്ള ഒരു ജീവനുള്ള ഡ്രോയിങ്, ജീവനുള്ള ഒരു ആൾ ഇരിക്കുന്ന മാതിരി ഉണ്ടാവും കാണാൻ തന്നെ. അതേമാതിരി ഇത് കാണുന്നത് സ്പൂണുകളാണ്, പല വിധത്തിലുള്ള സ്പൂണുകളാണ് ഇതൊക്കെ. എന്ത് ഭംഗിയാ അതെല്ലാം കാണാൻ. ജംഷഡ്ജി ടാറ്റ, അവരുടെ ഭാര്യയുടെ രത്തൻ ടാറ്റ, അവരുടെയൊക്കെ വലിയ വലിയ പ്രതിമകൾ ഉണ്ടായിരുന്നു അവിടെ. ഈ ഫ്ലോറ് മൊത്തം രത്തൻ ടാറ്റയുടെ എന്തൊക്കെയാണോ കാണേണ്ട കാര്യങ്ങൾ, അവരുടെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഗാലറിയിലായിരുന്നു. നല്ല ഭംഗിയുള്ള ഓരോ പാത്രങ്ങളാണ് ഇതെല്ലാം. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും പറയാനില്ല, അത്രയും നല്ല ഭംഗിയാണ്. ശരിക്കും റിയലായിട്ടുള്ള ഒരു പിക്ചർ കാണുന്ന മാതിരി ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ. ഇവിടുന്ന് വെളി ഭാഗം കാണുമ്പോൾ നല്ല മനോഹരമായ ഗാർഡനാണ് വെളിയിലുള്ളത്. ആ ഗാർഡൻ ഉമ്മറത്ത് നമ്മൾ വരുന്ന സമയത്ത് എൻട്രൻസിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ നല്ല പറ്റിയ ഒരു ഗാർഡനാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നെയ്ത്ത്, ഡിസൈനിങ്, അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഫോട്ടോ, വീഡിയോ ഒക്കെ ചില ഭാഗത്തൊക്കെ അലൗഡാണ്. ഫുള്ളി മോസ്റ്റ്ലി 90% ഇവിടെ വീഡിയോ, ഫോട്ടോ ഒക്കെ അലൗഡാണ്. ചില ഭാഗങ്ങളിൽ മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നൂലുകൾ കണ്ടു, പട്ടിൻ്റെ നൂലുകളാണ് ഇതൊക്കെ. അതിനെപ്പറ്റി കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു എനിക്ക് അത്ര അറിവില്ലാത്ത കാരണം, അതായത് നമ്മുടെ ഗൈഡ് കൂടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം പറഞ്ഞു തരും. നമ്മളുടെ ഗൈഡ് വന്നിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് അവർ വഴിയിലാണ്. അത് കാരണം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ അറിയാൻ പറ്റും. പട്ടിൻ്റെ വസ്ത്രങ്ങളാണ് ഇതെല്ലാം. നെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ബക്വാസ് നല്ല ഭംഗിയാണ്. അതെല്ലാം നല്ല രസമാണ്.
ബോംബെയിൽ പോകുമ്പോൾ ഇത് ഒരു പ്രത്യേക ഈ മ്യൂസിയം എല്ലാവരും പക്കാതെ കണ്ടു. എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ കുട്ടികൾക്ക് എന്തോ ഉള്ള അവരുടെ ഈ കാലിലിടുന്ന മരത്തെ അവർക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന ഫുഡ് കൊടുക്കുന്ന സ്പൂണ്, അതേമാതിരി ചെറിയൊരു പിഞ്ഞാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പ്ലേറ്റിൽ കണ്ടത്. ഈ പണ്ട് എനിക്ക് തോന്നുന്നത് രാജകുടുംബത്തിൽ അവരൊക്കെ സ്വന്തമായിട്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങളാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മോഡലാണ് ഇതെല്ലാം കാണുന്നത്. രാജകുടുംബം മ്യൂസിയം വന്നാൽ എയർ കണ്ടീഷനാണ്. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മഹാഭാരതം, രാമായണം, അന്നൊന്നും പക്ഷെ വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇതൊക്കെ എന്താ? മനുഷ്യന്മാരെ ഹൗ ടു മുംബൈ ഡോഗ് ഇൻ വേരിയസ് എന്താന്ന് അവരുടെ ചോദിച്ചാൽ പറഞ്ഞില്ലേ? ഇവരാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നു ഈ തുണിക്കെട്ടുണ്ടാക്കാൻ. തുണി ഇങ്ങനെയാണ്. ഇതെത്ര കേട്ടോ ടിക്കറ്റിന് ഇവിടെ? എത്ര ഈ ഇതിനുള്ള ടിക്കറ്റ് എത്രയാണ്? ആ ഇതിൽ ടിക്കറ്റിന് വില അതിലെഴുതിയിട്ടില്ല. ഇതാ ഗാന്ധി വന്നിരിക്കുന്നു, ഇവരുടെ മഹാത്മാഗാന്ധിയെ.
പണ്ടത്തെ നാണയങ്ങളുടെ ഒരു മഹാശേഖരണം തന്നെയാണ് അവിടെയുള്ളത്. പല വിധത്തിലുള്ള പല കൺട്രീസിൻ്റെ നാണയങ്ങളും പൈസകളൊക്കെയാണ് ഈ ഒരു ഗാലറിയിൽ മൊത്തം ഉള്ളത്. ഇവരുടെ ചങ്ങലയും വളയൊക്കെയാണ്. ഇനി ഒന്ന് റൗണ്ട് അടിക്കാം. ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. പലതരത്തിലുള്ള കാലിലിടുന്ന തളകൾ, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അപ്പൊ ഇതൊന്നും സ്വർണ്ണമല്ലേ? പിന്നെ സ്വർണ്ണമാണ് ഇതൊക്കെ. അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട്. पारंपरिक वस्त्रों व अलंकार परिधान के लिए 548. ഇതാ പുളിയും കുണ്ട്ലി ഒരല് അരിക്കുണ്ട്ലി. അതെ, ശിലായുഗത്തിലെ ആയുധങ്ങളാണ്. അന്ന് ആൾക്കാർ കത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പൊട്ടിയ പൊട്ടുങ്ങടക്കം എടുത്തിട്ടുണ്ട്. ഇത് നോക്കി എണ്ണത്തോണിയിലിടുക പറയില്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മടിക്കരുത്. അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. ഓഫീസാണ്. അവിടെയൊക്കെ ഇരുന്ന് ഏട്ടാ, അതിൻ്റെ ഉള്ളില് വേറെന്തൊക്കെയുണ്ട്? അതിൻ്റെ ഉള്ളില്